പത്തനംതിട്ട റാന്നിയിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതിയായ സിപിഎം നേതാവിന് ജാമ്യം കിട്ടാൻ കാരണം പോലീസിന്റെ അനാസ്ഥയെന്ന് പരാതിക്കാരി. പലവട്ടം സമീപിച്ചിട്ടും പോലീസ് ഗൌരവമായി ഇടപെട്ടില്ല എന്നാണ് യുവതിയുടെ ആരോപണം. തന്റെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി പറയുന്നു. വിവാഹമോചിതയായ യുവതിയെയാണ് റാന്നി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അലൻ മാത്യു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതും ഗർഭിണിയാക്കിയതും എന്നാണ് കേസ്. ആരോഗ്യ കാരണങ്ങളാൽ ഗർഭം അലസിപ്പിക്കാൻ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ഒപ്പിട്ടത് പ്രതിയാണെന്ന് പരാതിക്കാരി പറയുന്നു. ഗർഭം ഇല്ലാതായതോടെയാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയത്. ആദ്യം മുതലേ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ല. ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ ആയ ശേഷമാണ് മൊഴിയെടുത്തത്. ഒരിക്കൽ പോലും തന്റെ കയ്യിലുള്ള തെളിവുകളെക്കുറിച്ചും പോലീസ് ആരാഞ്ഞില്ലെന്നും പരാതിക്കാരി പറയുന്നു. എന്റെ അടുത്ത് യാതൊരു രീതിയിലുള്ള തെളിവുകളോ കാര്യങ്ങളോ എന്റെ കയ്യിൽ ഉണ്ടോന്നോ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണമെന്നോ ഒന്നും പോലീസിന്റെ ഭാഗത്തു നിന്നിട്ടോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ആരാണോ ഹാജരായത് എനിക്കറിയില്ല. അത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കണമല്ലോ. ഇത് ഒന്നും തന്നെ എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. തന്റെ നഗ്ന വീഡിയോ പ്രതിയുടെ കയ്യിലുണ്ടെന്നും അത് സുഹൃത്തുക്കളെ കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവന്റെ കയ്യിൽ എന്റെ ന്യൂഡ് വീഡിയോ ഉണ്ട്. ആ ന്യൂഡ് വീഡിയോ ഉണ്ട് എന്നുള്ളതിന്റെ കോൾ റെക്കോർഡിങ്, അലൻ എന്നോട് പറയുന്ന കോൾ റെക്കോർഡിങ് എന്റെ അടുത്തുണ്ട്. അവന്റെ ഒരു ഫ്രണ്ടിനെ അത് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് അവൻ ആ കോളിനകത്ത് പറഞ്ഞത്. പ്രതിക്ക് ജാമ്യം കിട്ടിയതോടെ വീഡിയോകൾ പുറത്തുവിടുമെന്ന ഭയമുണ്ട്. സിപിഎം സ്വാധീനമാണ്. പോലീസ് കേസ് അലംഭാവത്തോടെയും പ്രതിക്ക് അനുകൂലം ഒരു പരാതി ഉണ്ടാക്കുന്നു. ആ പരാതി വളരെ രഹസ്യമാക്കി സൂക്ഷിക്കുന്നു. എന്നിട്ട് ആ പരാതി വന്നതിൻ്റെ 4-ാം പക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നിടത്ത് കയറി രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നു. അതൊന്നും പോരാഞ്ഞിട്ട് രാഹുൽ കസ്റ്റഡിയിലിരിക്കുമ്പോൾ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടം ജാമ്യ ഹർജി ഫയൽ കൊടുക്കുമ്പോൾ ആ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിധത്തിലും ജാമ്യം നൽകരുതെന്നും ആവശ്യപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കേരളത്തിലെ പോലീസും പിണറായി വിജയനും. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതും പോലീസും കേരളത്തിലെ പിണറായി വിജയനും. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് കേട്ടു ഒരു സ്ത്രീയുടേത് അല്ലേ? ആ സ്ത്രീ താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നും തന്നെ ഗർഭഛിദ്രം നടത്തിയെന്നും തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയെന്നും തന്നെ പീഡിപ്പിച്ചു എന്നും ഒക്കെ പരാതി കേരളത്തിലെ പോലീസിൻ്റെ മുന്നിൽ നൽകുന്നു. പരാതിയിൽ അക്യൂസ്ഡ്, കുറ്റക്കാരൻ, കുറ്റാരോപിതൻ എന്ന് പറയുന്നത് അലൻ മാത്യു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ തെമ്മാടിയാണ്. ഈ തെമ്മാടി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് മെമ്പറാകാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയും ചെയ്തതാണ്. പഴവങ്ങാടി പഞ്ചായത്തിലെ വാർഡ് 5 LDFിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുമാണ്. ഏരിയ കമ്മിറ്റി അംഗമാണ്, ഒക്കെയാണ്. അങ്ങനത്തെ അലൻ മാത്യുവിനെതിരെ എന്ന് പറഞ്ഞാൽ ഒരു കറ കളഞ്ഞ സഖാവ്, ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ തെമ്മാടിക്കെതിരെ ഒരു സ്ത്രീ പരാതി നൽകുന്നു. ആ പരാതി നൽകിയിട്ട് ഇതിൽ കേസുകൾ അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, യുവതിയോട് കൂടുതൽ തെളിവുകളോ കാര്യങ്ങളോ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കേസിൽ ഒരു തെളിവുകളും ഈ പരാതി തന്നെ വ്യാജമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പോലീസ് എന്ന് മാത്രമല്ല, മറിച്ച് കോടതിയിൽ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നുള്ളൊരാവശ്യം പോലീസിനോ പ്രോസിക്യൂഷനോ ഇല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ല. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യം പോലീസിനോ പ്രോസിക്യൂഷനോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരാതി തന്നെ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കാനും എന്ന് ചിന്തിക്കാനും എന്ന് കരുതാനുമാണ് കേരളത്തിലെ പോലീസിന് വലിയ ഉത്സാഹമെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു പരാതി വന്നിട്ട് ദിവസങ്ങളാകുന്നു. അലൻ മാത്യു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ തെമ്മാടി ഒളിവിലാണ്. ഈ പരാതിയെക്കുറിച്ചും അന്വേഷണത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. പരാതിക്കാരി ആത്മഹത്യക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റാവുന്നു. ഇങ്ങനെയൊക്കെ നടന്നിട്ടും, ഇത്രയൊക്കെ ക്രൂരത ഒരു സ്ത്രീയോട് ചെയ്തിട്ടും ആ വിഷയത്തിൽ ഇടപെടാനോ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനോ പരനാറി കൂട്ടിക്കൊടുപ്പുകാരൻ പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നല്ലോ.
ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങൾ തന്നെ വാർത്ത നൽകുന്നു. ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഒരു വീതം 3 നേരം എന്നുള്ള രീതിയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന പിണറായി വിജയനോട് കമാ എന്നൊരക്ഷരം മിണ്ടാൻ ചോദിക്കാൻ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾക്കും ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം, ഇരക്കൊപ്പം, അവൾക്കൊപ്പം, അതിജീവിതക്കൊപ്പം എന്നൊക്കെയുള്ള ഹാഷ്ടാഗുകളും എന്നൊക്കെയുള്ള ഹെഡിങ്ങുകളും തലക്കെട്ടുകളും സ്റ്റോറികളും നിലപാടുകളുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോൾ മാത്രമാണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു പ്രതി ഒളിവിലാണ്, പരാതി നൽകിയിട്ട് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് നടക്കുന്നത് എന്ന് പരാതിക്കാരി പറയുന്നു. ഇത് ആദ്യമായിട്ടാണോ? അല്ല. രാഹുൽ മാങ്കൂട്ടം വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി പറഞ്ഞ ചലച്ചിത്ര പ്രവർത്തക ആശാച്ചി ജോസഫ്, ആശാച്ചി ജോസഫും തൻ്റെ പരാതിയിന്മേൽ എന്ത് നടപടിയെടുത്തു, FIR രജിസ്റ്റർ ചെയ്തോ, കേസെടുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് 6 തവണയാണ് പിണറായി വിജയനെ ബന്ധപ്പെട്ടത്. ആ ആശാച്ചി ജോസഫ് കൊടുത്ത പരാതി പിണറായി വിജയൻ കമലയുടെ അണ്ണാക്കിലാണ് തള്ളിയത്, അല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് സ്ത്രീ സുരക്ഷയുള്ളത്? എവിടെയാണ് സ്ത്രീപക്ഷമുള്ളത്? എന്താണ് സ്ത്രീപക്ഷം, എന്താണ് സ്ത്രീ സുരക്ഷ എന്നതിനെ കൊണ്ട് പിണറായി വിജയൻ അർത്ഥമാക്കുന്നത്? ഏത് അതിജീവിതക്കൊപ്പമാണ് പിണറായി വിജയൻ? ഏത് ഇരക്കൊപ്പമാണ് പിണറായി വിജയൻ? ഏത് സ്ത്രീക്കൊപ്പമാണ് പിണറായി വിജയൻ? ഏത് പരാതിക്കാരിക്കൊപ്പമാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പരാതി വരുന്നു, പരാതി ഉന്നയിച്ച വ്യക്തി അപമാനം സഹിക്കവയ്യാതെ ആത്മഹത്യക്കൊരുങ്ങുന്നു, മരണപ്പെട്ടില്ല, എന്തോ ഭാഗ്യത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നു. ഇത്രയും ഗുരുതരമായ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടും പീഡിപ്പിച്ച അക്രമിയായ, ബലാത്സംഗ വീരനായ, പീഡന വീരനായ, പെണ്ണുപിടിയനായ CPMന്റെ DYFIയുടെ ക്രിമിനൽ തെമ്മാടിയായിട്ടുള്ള നേതാവ് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, പരാതി നൽകിയ സ്ത്രീയെ, യുവതിയെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാം, എങ്ങനെയൊക്കെ അപമാനിക്കാം, എങ്ങനെയൊക്കെ വകവരുത്താം, എങ്ങനെയൊക്കെ ആ പരാതിയെ ഇല്ലായ്മ ചെയ്യാം, എങ്ങനെയൊക്കെ ആ പരാതി അന്വേഷിക്കാതിരിക്കാം എന്നൊക്കെയാണ് കേരളത്തിലെ പോലീസ് മാർഗങ്ങളും വഴികളും ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന നിലപാടും നടപടിയും, മുഖ്യമന്ത്രി എന്നുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് അയാൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ അംഗീകരിക്കാം. എങ്ങനെയാണെങ്കിൽ PT കുഞ്ഞുമുഹമ്മദിനെതിരെ അതേ നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്ന അലൻ മാത്യു എന്ന് പറയുന്ന DYFIയുടെ ക്രിമിനൽ ഗുണ്ടക്കെതിരെ അതേ നിലപാടെടുത്തിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിന് സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ ആ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ ആളാണ് പിണറായി വിജയൻ, അല്ലേ? ഇവിടെ ഒരു സ്ത്രീ പരാതി പറഞ്ഞിട്ട് ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടായിട്ട്, ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ട്, അപമാനിക്കപ്പെട്ടിട്ട്, ആ സ്ത്രീ സഹിക്കവയ്യാതെ ആത്മഹത്യക്ക് ശ്രമം നടത്തിയിട്ട് ഈ യുവതിയോട്, പരാതി പറഞ്ഞ യുവതിയോട് ഇന്ന് വരെ കേരളത്തിലെ പോലീസ് നിങ്ങൾ പറഞ്ഞതിന് എന്താണ് തെളിവ്, ഇതിനൊക്കെ തെളിവുണ്ടോ, എന്താണ് ആധാരം, എങ്ങനെ കേസ് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആലോചിക്കുകയും അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് പകരം പരാതിക്കാരിയെ അടിച്ചമർത്താനും പരാതി കോംപ്രമൈസ് ചെയ്യിപ്പിക്കുവാനുമുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ നടത്തുന്ന അതേ കൂട്ടിക്കൊടുപ്പ്, വ്യഭിചരിക്കാൻ സഖാക്കൾക്ക് വ്യഭിചരിക്കാൻ സ്ത്രീകളെ വിലക്ക് വാങ്ങി ഇറക്കുമതി ചെയ്യുന്ന ഏർപ്പാട് പിണറായി വിജയൻ്റെ പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, വിജയൻ സ്ത്രീപക്ഷത്താണോ, എന്താണ് നിലപാട്,
എന്താണ് സ്ത്രീപക്ഷം, എന്താണ് സ്ത്രീ സുരക്ഷ, ഏത് സ്ത്രീക്കൊപ്പമാണ്, ഏത് അതിജീവിതക്കൊപ്പമാണ്, ഏത് ഇരക്കൊപ്പമാണ് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കാരണം. അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുമ്പോൾ 24 മണിക്കൂറും നിലക്കാത്ത, 24 മണിക്കൂർ മതിയാവാത്ത ചർച്ചകൾ നടത്തുന്നു. രാഹുലിനെ ക്രൂരനാക്കുന്നു, രാഹുലിനെ പീഡനവീരനാക്കുന്നു, രാഹുലിനെ ബലാത്സംഗ വീരനാക്കുന്നു, രാഹുലിനെ ലൈംഗിക വൈകൃതമുള്ളവനാക്കുന്നു, രാഹുലിനെ ഡോക്ടറെ കാണിക്കേണ്ടവനാക്കുന്നു, അങ്ങനെ പലതുമാക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ പരാതികൾ വരുമ്പോൾ ആ പരാതികൾ കണ്ടില്ലെന്ന് നടിച്ച് തൻ്റെ മുന്നിലെത്തുന്ന പരാതികൾ അത്രയും കമലയുടെ അണ്ണാക്കിൽ തള്ളുന്ന പിണറായി വിജയനാണോ കേരളത്തിലെ സ്ത്രീ സംരക്ഷകൻ? ഇവനാണോ കേരളത്തിലെ ഹോൾസെയിൽ തന്ത? ഇവരാണോ കേരളത്തിലെ സ്ത്രീപക്ഷ നിലപാടുകാർ? അല്ലേ? ഉറഞ്ഞു തുള്ളുന്ന കുറേയധികം സ്ത്രീകളെന്ന് അവകാശപ്പെടുന്ന കുറേ കൂട്ടിക്കൊടുപ്പുകാരെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരെണ്ണത്തിനെയും കാണുന്നില്ല. എന്തേ? ഇവരുടെയൊക്കെ അണ്ണാക്കിൽ പിരിവെട്ടിയോ? അതോ ഇവരുടെയൊന്നും നാവ് പൊന്തുന്നില്ലേ? മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാ? അല്ലെങ്കിൽ പുട്ടിൽ തേങ്ങയിടും പോലെ മാധ്യമ വാർത്താ സമ്മേളനങ്ങളും ഫേസ്ബുക്ക് കുറിപ്പുകളും സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളും മറക്കുന്ന ഈ ഡാഷ് മക്കൾ ഇന്നെന്തേ അനങ്ങാത്തത്? എന്തേ വാ തുറക്കാത്തത്? എന്തേ ഇവരുടെ ശബ്ദം പുറത്തേക്ക് വരാത്തത്? എന്തേ പിണറായി വിജയൻ എന്ന് പറയുന്ന പരനാറി ഒരു നിലപാട് പറയാത്തത്? എന്തേ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകാത്തത്? എന്തേ ഈ പരാതി വന്നപ്പോൾ ആ പരാതി രഹസ്യമാക്കി വെച്ചിട്ട് കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട്? ഈ പറയുന്ന പ്രതിയെ പിടിക്കാൻ പോലും ഒളിവിലായിപ്പോഴും ആ പ്രതിയെ പിടിക്കാൻ പോലും തയ്യാറാവാത്തത് എന്തുകൊണ്ട്? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാ. ഒരു കാര്യം വ്യക്തമാ, ഒരൊറ്റ കാര്യം: പിണറായി വിജയൻ നടപടി എടുത്താലും ശരി, നടപടി എടുത്തില്ലെങ്കിലും ശരി, അറസ്റ്റ് ചെയ്താലും ശരി, അറസ്റ്റ് ചെയ്തില്ലെങ്കിലും ശരി, കേരളത്തിലെ പെൺവാണിഭത്തിൻ്റെ, മാംസക്കച്ചവടത്തിൻ്റെ, പച്ചയിറച്ചിക്കച്ചവടത്തിൻ്റെ ഹോൾസെയിൽ ഡീലറാണ് പിണറായി വിജയൻ. കൂട്ടിക്കൊടുപ്പുകാരൻ. സഖാക്കൾക്ക് ഭോഗിക്കാൻ, വ്യഭിചാരിക്കാൻ വേശ്യകളെ ഇറക്കുമതി ചെയ്യുന്ന പരനാറിയാണ് പിണറായി വിജയൻ. അല്ലേ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ല പിണറായി വിജയൻ്റെ നിലപാടുകളിൽ സത്യസന്ധതയുണ്ടായിരുന്നെങ്കിൽ, പിണറായി വിജയൻ്റെ നിലപാടുകളിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ, PT കുഞ്ഞുമുഹമ്മദിനെതിരെയും പരാതി വരുമ്പോൾ ആ പരാതി രഹസ്യമാക്കി സൂക്ഷിച്ച് അയാളെ PT കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ഉണ്ടാക്കിയേനെ. അല്ലേ? അതുപോലെ തന്നെ ഈ അലൻ മാത്യു എന്ന് പറയുന്ന DYFIയുടെ ക്രിമിനൽ തെമ്മാടിക്കെതിരെ പരാതി വരുമ്പോൾ ആ പരാതി രഹസ്യമാക്കി വെച്ച് ഈ അലൻ മാത്യുവിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടി ഉണ്ടാക്കിയേനെ. അലൻ മാത്യു എന്ന് പറയുന്നത് CPMൻ്റെ കേഡർ നേതാവ് ആയിട്ടുള്ള ആളാണ്. 24 മണിക്കൂറും എണ്ണയിട്ട യന്ത്രം പോലെ CPMന് വേണ്ടി ക്രിമിനൽ തെമ്മാടിത്തരങ്ങൾ നടത്തുന്ന നേതാവാണ്. ഈ വ്യക്തി എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. പരാതി വരുമ്പോഴും ഈ വ്യക്തി ഈ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. അല്ലേ? പരാതി വന്നു, പരാതി പുറത്തേക്ക് വിട്ടു, ഒളിവിൽ പോകാനുള്ള അവസരമൊരുക്കി. മാത്രമല്ല അന്വേഷണത്തിൽ ഈ പറയുന്ന പരാതിക്കാരിയുടെ മൊഴിയെടുക്കാനോ പരാതിക്കാരിയുടെ കയ്യിലുള്ള തെളിവുകൾ സ്വീകരിക്കാനോ കൈപ്പറ്റാനോ കൈവശപ്പെടുത്താനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, കുറ്റാരോപിതനായിട്ടുള്ള DYFIയുടെ ക്രിമിനൽ തെമ്മാടി കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയപ്പോൾ ജാമ്യം നൽകരുതെന്നോ കസ്റ്റഡി വേണമെന്നോ ചോദ്യം ചെയ്യണമെന്നോ എന്നുള്ള ഒരാവശ്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പ്രോസിക്യൂഷനോ ഇല്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് പിണറായി വിജയൻ്റെ സ്ത്രീപക്ഷ നിലപാട്? എവിടെയാണ് പിണറായി വിജയൻ? ഹോൾസെയിൽ തന്തയാണോ? ഏത് തന്തമാരാണ് മക്കളെ കൂട്ടിക്കൊടുക്കുന്ന തന്തമാർ? ഉണ്ടാകും. അങ്ങനത്തെ ആളുകളുടെ സ്ഥാനം സമൂഹത്തിൽ എവിടെയാണ്? അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണോ പിണറായി വിജയൻ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ പോയിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ തല ഉയർത്തി നിന്ന് നോക്കാൻ പോലും, എന്നിട്ടല്ലേ സംസാരിക്കാൻ, എന്നിട്ടല്ലേ നിലപാട് പറയാൻ, തല ഉയർത്തി നോക്കാൻ പോലും അർഹതയില്ലാത്ത വെറും പച്ചയിറച്ചി കച്ചവടം ചെയ്യുന്ന ഹോൾസെയിൽ ഡീലർ മാത്രമാണ് പിണറായി വിജയൻ.
അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അലൻ മാത്യു എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ തെമ്മാടി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ട് ഒളിവിൽ പോകുമ്പോൾ ആ തെമ്മാടിയെ കസ്റ്റഡിയിൽ വേണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ ജാമ്യം നൽകരുത് എന്നോ ചോദ്യം ചെയ്യണമെന്നോ ഒരാവശ്യവും പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ ഇല്ലെന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാ. ഇതാണ് നമ്മൾ പറയുന്ന സുരക്ഷിത കേരളം. വാ അരെ വാ, ഇതാണോ സുരക്ഷിത കേരളം? ഇവിടെ സ്ത്രീകളുടെ, നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ, അമ്മമാരുടെ, ഭാര്യമാരുടെ, പെങ്ങന്മാരുടെ, സഹോദരിമാരുടെ ഒക്കെ സംരക്ഷണം ഹോൾസെയിൽ തന്ത പിണറായി വിജയനാണോ? വിജയന് വീട്ടിലുള്ള വീണയുടെയും വിവേകിൻ്റെയും അവർക്ക് റോൾ മോഡലാകാൻ പറ്റുന്ന ഒരു മര്യാദക്കുള്ള തന്തയാവാൻ പറ്റിയിട്ടില്ല. പിണറായി വിജയൻ തന്തയാവാൻ ശ്രമിച്ചതിൻ്റെ ഫല വിവേകും വീണയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങുന്ന നെക്സ്റ്റ് മൊമെൻറ്റ് ഈ മക്കൾ രണ്ടുപേരും അഴിക്കുള്ളിലാണ് എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്ന കാര്യം. ആ രണ്ട് മക്കളുടെ ഒരു തന്ത തൻ്റെ മക്കൾക്ക് ഹാംഫുള്ളാകുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം ഇനി കോടികൾ തരാ എന്ന് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാകുമോ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിൽ പിണറായി വിജയൻ ഏത് തരത്തിലുള്ള തന്തയാ? സ്വന്തം മകളെ, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഭർത്താവിൻ്റെ തന്തയുടെ റോളാണോ പിണറായി വിജയന്? അങ്ങനെയാണെന്ന് സംശയിക്കേണ്ടി വരികയാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്ക്, ഗുരുതരമായ പരാതി നൽകിയിട്ട് അപമാനം സഹിക്കവയ്യാതെ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു യുവതി ആശുപത്രിയിൽ കിടക്കുമ്പോൾ കുറ്റാരോപിതനെ പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നിനും എന്തിന്? പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ സ്വാധൂകരിക്കുന്ന തെളിവുകൾ ആ യുവതിയുടെ കയ്യിലുണ്ടായിട്ടും അതൊന്ന് അന്വേഷിച്ച് വാങ്ങിയെടുത്ത് അന്വേഷണം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും തയ്യാറാകാത്ത ഒരു കൂട്ടം മന്ദംഗമ്യ അടിമകളുടെ നേതാവായിട്ട്, കൂട്ടിക്കൊടുപ്പുകാരനായിട്ട് പിണറായി വിജയൻ അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പിണറായി വിജയനാണോ വില്ലാളി വീരൻ? ഈ പിണറായി വിജയനാണോ ഇരട്ടച്ചങ്കൻ? ഈ പിണറായി വിജയനാണോ കേരളത്തിലെ സ്ത്രീകളുടെ തന്ത? ഇവനാണോ കേരളത്തിലെ സ്ത്രീ സംരക്ഷകൻ? ഇവനാണോ കേരളത്തിലെ അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നവൻ? ഇവനാണോ കേരളത്തിലെ ഇരകൾക്കൊപ്പം നിൽക്കുന്നവൻ? ഇവനാണോ കേരളത്തിലെ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പം, യുവതികൾക്കൊപ്പം, അമ്മമാർക്കൊപ്പം, സഹോദരിമാർക്കൊപ്പം നിൽക്കുന്നവൻ? ഇതാണോ പിണറായി വിജയൻ? ഈ വിജയനാണോ ഇരട്ടച്ചങ്കൻ? പരനാറിയല്ലാതെ പിന്നെ എന്താണിവൻ? നല്ല ഒന്നാം തരം കൂട്ടിക്കൊടുപ്പുകാരനല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്തേ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ഉത്സാഹവും ആ ഒരു പക്വതയും ആ ഒരു കൃത്യനിർവഹണവും അലൻ മാത്യുവിൻ്റെ കാര്യത്തിൽ കാണാത്തത്? എന്തേ രാഹുലിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു സ്ത്രീപക്ഷ നിലപാട് എന്തേ PT കുഞ്ഞുമുഹമ്മദിൻ്റെ കാര്യത്തിൽ കാണാത്തത്? ഇവിടെയൊക്കെ കണ്ടത് സ്ത്രീകൾക്കെതിരായി, ആക്രമിക്കപ്പെട്ട സ്ത്രീക്കെതിരായി നിൽക്കുന്ന പിണറായി വിജയനല്ലേ? ഇവനാണോ ഇരട്ടച്ചങ്കൻ? ഇവനാണോ വില്ലാളി വീരൻ? തീട്ടത്തിൻ്റെ അത്ര പോലും ബലമില്ലാത്ത നട്ടലുള്ള വിജയനല്ലാതെ പിന്നെ എന്താണ് ഈ വിജയൻ? ഏതാണ് ഈ വിജയൻ?